മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഗ്രഹങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന സൂര്യൻ ഓരോ മാസവും തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതാണ്. 12 മാസം, അതായത് ഒരു വർഷം കൊണ്ട് 12 രാശികളിൽ കൂടെ സഞ്ചരിക്കുന്നതുമാണ്. സൂര്യൻ്റെ ഈ രാശിമാറ്റത്തെ സൂര്യസംക്രമണം, സംക്രാന്തി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഇടവം രാശിയിൽ നിൽക്കുന്ന സൂര്യൻ ജൂൺ 15-ാം തീയതി ബുധൻ്റെ ആധിപത്യത്തിലുള്ള മിഥുനത്തിലേക്ക് രാശി മാറുന്നതാണ്. സൂര്യൻ്റെ ഈ രാശിമാറ്റം 12 രാശിക്കാരിൽ എന്തൊക്കെ പ്രഭാവങ്ങൾ ചെലുത്തും, എന്തൊക്കെ ശുഭ അശുഭ ഫലങ്ങൾ നൽകും എന്നതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ വിവരിക്കുന്നത്. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ്. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില, ഇപ്പോഴത്തെ മഹാദശ, അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട്. ആദ്യമായി മേടം രാശിക്കാരെക്കുറിച്ചാണ് പറയുന്നത്. മേടം രാശിക്കാരുടെ 5-ാം ഭാവത്തിൻ്റെ അധിപനാണ് സൂര്യൻ. രാശി മാറുന്നത് നിങ്ങളുടെ 3-ാം ഭാവത്തിലേക്കാണ്. ഇവിടെ ബുധനും ഗുരുവും നിൽക്കുന്നുണ്ട്. ബുധൻ ജൂൺ 22-ാം തീയതിക്ക് രാശി മാറി കർക്കിടകത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും. ഈ സമയത്ത് നിങ്ങളുടെ ആത്മധൈര്യത്തിൽ വർധനവുണ്ടാകുന്നതാണ്. ഇളയ സഹോദരങ്ങളുമായി ബന്ധത്തിൽ സുദൃഢത ഉണ്ടാകുന്നതായിരിക്കും. അവരുടെ എല്ലാ സഹായ സഹകരണങ്ങളും ഈ സമയത്ത് പ്രതീക്ഷിക്കാവുന്നതാണ്. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിലും നല്ല വർധനവുണ്ടാകുന്നതായിരിക്കും. ഹ്രസ്വ ദൂരയാത്രകൾ ചെയ്യുന്നതും അതിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും. സൂര്യൻ 5-ാം ഭാവത്തിൻ്റെ അധിപനാണല്ലോ. ഈ സമയത്ത് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഇൻട്രസ്റ്റ് വർദ്ധിക്കുന്നതും പരീക്ഷ, ഇൻ്റർവ്യൂ എന്നിവയിൽ നന്നായി പെർഫോം ചെയ്യുവാൻ സാധിക്കുന്നതുമായിരിക്കും. ഇനി ഇടവം രാശിക്കാരുടെ കാര്യങ്ങളാണ് പറയുന്നത്. ഇടവം രാശിക്കാരുടെ സുഖസ്ഥാനമായ 4-ാം ഭാവത്തിൻ്റെ അധിപനാണ് സൂര്യൻ. രാശി മാറുന്നത് ധനസ്ഥാനമായ 2-ാം ഭാവത്തിലേക്കാണ്. 2-ാം ഭാവം വാണി, കുടുംബം എന്നിവയുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. സുഖസ്ഥാനാധിപൻ ധനസ്ഥാനത്ത് നിൽക്കുന്നത് 4-ാം ഭാവത്തിൻ്റെ എല്ലാ ശുഭഫലങ്ങളും ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും. ഭൂമി, ഭവനം, പ്രോപ്പർട്ടികൾ, വാഹനം എന്നിവയുടെ ക്രയവിക്രയങ്ങളിൽ നല്ല പ്രോഫിറ്റ് ലഭിക്കുന്നതായിരിക്കും. പ്രോപ്പർട്ടികളിൽ ഡിസ്പ്യൂട്ടുകളും മറ്റുമുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതുമായിരിക്കും. വീട്ടിലേക്ക് സുഖഭോഗ വസ്തുക്കൾ വാങ്ങുന്നതായിരിക്കും. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് പൊതുജനപ്രീതി വർദ്ധിക്കുന്നതും പാർട്ടിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കുന്നതുമായിരിക്കും. ധനസ്ഥാനത്ത് നിൽക്കുന്ന സൂര്യൻ നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും സ്പഷ്ടത വരുത്തുന്നതായിരിക്കും. കുടുംബാന്തരീക്ഷവും സന്തോഷപ്രദമുള്ളതായിരിക്കും. ഈ സമയത്ത് ഇൻകം വർദ്ധിക്കുന്നത് സാമ്പത്തികപരമായി നേരിട്ട് കൊണ്ടിരുന്ന ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുവാൻ സഹായിക്കുന്നതായിരിക്കും. ഇനി മിഥുനം രാശിക്കാരാണ്. മിഥുനം രാശിക്കാരുടെ 3-ാം ഭാവത്തിൻ്റെ അധിപനാണ് സൂര്യൻ. രാശി മാറുന്നത് നിങ്ങളുടെ രാശിയിലേക്കാണ്. ഈ സമയത്ത് നിങ്ങൾ വളരെ പ്രാക്ടിക്കലായി ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ആയിരിക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് സൂര്യൻ്റെ ഈ രാശിമാറ്റം വളരെ ശുഭകരമായിരിക്കും. വരുമാനത്തിൽ വർധനമുണ്ടാകുന്നതായിരിക്കും. ജീവിത പങ്കാളിയുമായി ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങളോ വാക്കുതർക്കങ്ങളോ ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട്. ഈ കാര്യത്തിൽ ശ്രദ്ധയുണ്ടായിരിക്കണം. നിങ്ങളുടെ ഇടയ്ക്ക് ഈഗോ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട്. ഈ സമയത്ത് നിങ്ങളുടെ ആത്മധൈര്യത്തിൽ വർധനവുണ്ടാകുന്നതായിരിക്കും. യാത്രകളും മറ്റും ചെയ്യേണ്ടി വരും. സഹോദരങ്ങളുമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതുമായിരിക്കും. ഇനി കർക്കിടകം രാശിക്കാരാണ്. നിങ്ങളുടെ 2-ാം ഭാവത്തിൻ്റെ അധിപനാണ് സൂര്യൻ. രാശി മാറുന്നത് 12-ാം ഭാവത്തിലേക്കാണ്.
നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒരു കർക്കശത ഈ സമയത്ത് ഉണ്ടാകുന്നതായിരിക്കും. ഇത് കുറച്ച് ഹാനികളും വരാൻ ഇടയാക്കുന്നതുമായിരിക്കും. കുടുംബാംഗങ്ങളുമായി ബന്ധത്തിൽ വിള്ളലുകൾ വരാൻ സാധ്യതകളുണ്ട്. ഈ സ്വഭാവം കാരണം ജോലിസ്ഥലത്തും പ്രശ്നങ്ങൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. സൂര്യനും ബുധനും ഒന്നിച്ചു നിൽക്കുന്ന സമയത്ത് വ്യാപാരി വ്യവസായികൾക്ക് ലാഭസ്ഥിതികൾ നല്ലതാകുന്നതായിരിക്കും. ഇത് ഇൻകം വർദ്ധിക്കുവാനും ഇടയാക്കുന്നതായിരിക്കും. പക്ഷേ അതോടൊപ്പം ചിലവുകളും വർദ്ധിക്കുവാനും സാധ്യതകളുണ്ട്. അതിനാൽ അനാവശ്യ ചിലവുകൾ ഒഴിവാക്കുവാൻ ശ്രമിക്കണം. ഈ സമയത്ത് വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങളും മറ്റും മാറിക്കിട്ടുന്നതായിരിക്കും. സൂര്യൻ്റെ ദൃഷ്ടി 6-ൽ പതിക്കുന്നത് ഉദര സംബന്ധമായ രോഗങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും. അതിനാൽ ഭക്ഷണപാനീയങ്ങളിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം. ഈ സമയത്ത് വിരോധികൾ നിങ്ങൾക്ക് ഹാനികൾ വരുത്താൻ ശ്രമിക്കുന്നതായിരിക്കും. ഈ കാര്യത്തിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം. ചിങ്ങം രാശിക്കാരാണ് അടുത്തത്. ചിങ്ങം രാശിക്കാരുടെ രാശ്യാധിപനാണ് സൂര്യൻ. രാശി മാറുന്നത് 11ാം ഭാവമായ മിഥുനത്തിലേക്കാണ്. ഇത് ലാഭസ്ഥാനമാണ്. ലാഭസ്ഥാനത്ത് ഗുരുവും നിൽക്കുന്നുണ്ട്. കുറച്ച് സമയം ബുധനും ഒപ്പമുണ്ടായിരിക്കും. ഈ സമയത്ത് ലാഭസ്ഥിതികൾ നല്ലതായിരിക്കും. ബിസിനസ്സിലും കരിയറിലും പരിവർത്തനങ്ങൾ ചെയ്യുന്നതും അതിൻ്റെ ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും. വരുമാനം വർദ്ധിക്കുന്നത് സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുവാൻ സഹായിക്കുന്നതായിരിക്കും. ഈ സമയത്ത് വളരെ കാലമായി നിങ്ങൾ ആഗ്രഹിച്ചു കൊണ്ടിരുന്നതും നടക്കാതെ പോയതുമായ എന്തെങ്കിലും കാര്യം നടന്നു കിട്ടുന്നതായിരിക്കും. മൂത്ത സഹോദരങ്ങളുടെ എല്ലാ സപ്പോർട്ടും ലഭിക്കുന്നതാണ്. നിങ്ങളുടെ പേഴ്സണാലിറ്റിയിലും ചില അനുകൂല മാറ്റങ്ങൾ കാണുവാൻ സാധിക്കുന്നതായിരിക്കും. ആരോഗ്യസ്ഥിതികളും ഈ സമയത്ത് നല്ലതായിരിക്കും. ഇനി കന്നി രാശിക്കാരുടെ കാര്യങ്ങളാണ് പറയുന്നത്. കന്നി രാശിക്കാരുടെ 12ാം ഭാവത്തിൻ്റെ അധിപനാണ് സൂര്യൻ. രാശി മാറുന്നത് നിങ്ങളുടെ കർമ്മസ്ഥാനമായ 10ാം ഭാവത്തിലേക്കാണ്. സൂര്യൻ 10ാം ഭാവത്തിൽ നിൽക്കുന്നത് ശുഭഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും. കരിയറിലും ബിസിനസ്സിലും നല്ല ഗ്രോത്ത് ഉണ്ടാകുന്നതാണ്. സാമ്പത്തിക സ്ഥിതികളിൽ വർധനവുണ്ടാകും. കർമ്മക്ഷേത്രം വികസിപ്പിക്കുന്നതായിരിക്കും. ഒന്നിലധികം സോഴ്സുകളിൽ കൂടെ വരുമാനം ഉണ്ടാകുന്നതുമായിരിക്കും. ഈ സമയത്ത് നിങ്ങളുടെ പൊതുരംഗത്തുള്ള ഇമേജിൽ നല്ല വർധനവ് ഉണ്ടാകുന്നതുമായിരിക്കും. പിതാവിൻ്റെ എല്ലാ സഹായ സഹകരണങ്ങളും ലഭിക്കുന്നതായിരിക്കും. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് അനുകൂല സമയമായിരിക്കും. അതുപോലെ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതുമായിരിക്കും. ഈ സമയത്ത് മേലധികാരികളുടെ എല്ലാ സപ്പോർട്ടും ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട്. അതിനാൽ അനാവശ്യ ചിലവുകൾ ഒഴിവാക്കുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരാതിരിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും. ഇനി തുലാം രാശിക്കാരുടെ കാര്യങ്ങളാണ് പറയുന്നത്. തുലാം രാശിക്കാരുടെ 11ാം ഭാവത്തിൻ്റെ അധിപനാണ് സൂര്യൻ. രാശി മാറുന്നത് ഭാഗ്യസ്ഥാനമായ 9ാം ഭാവത്തിലേക്കാണ്. ഗുരുവും ബുധനും ഭാഗ്യസ്ഥാനത്തായിരിക്കും നിൽക്കുന്നത്. ഈ സമയത്ത് ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും. കാര്യങ്ങളെല്ലാം തന്നെ വിഘ്നങ്ങളില്ലാതെ നടന്നു കിട്ടുന്നതുമായിരിക്കും. ദൂരയാത്രകൾ ചെയ്യുന്നതാണ്. ഇത് വിദേശയാത്രകളാകുവാനും സാധ്യതകളുണ്ട്. ഉപരിപഠനത്തിനായി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും. ഈ സമയത്ത് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതും അതിൽ നിന്നും ലാഭം ലഭിക്കുന്നതുമായിരിക്കും. ആധ്യാത്മിക ധാർമ്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതുമായിരിക്കും. സന്താനപക്ഷത്തിൽ നിന്നും ശുഭവാർത്തകൾ ലഭിക്കുന്നതാണ്. ബിസിനസ്സിലും കരിയറിലും മറ്റ് പ്രൊഫഷണൽ രംഗത്തുമുള്ളവർക്ക് സാമ്പത്തികപരമായ പല നേട്ടങ്ങളും ഈ സമയത്ത് പ്രതീക്ഷിക്കാവുന്നതാണ്. പിതാവുമായി സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം. ഇനി വൃശ്ചികം രാശിക്കാരുടെ കാര്യങ്ങളാണ് പറയുന്നത്. വൃശ്ചികം രാശിക്കാരുടെ 10ാം ഭാവത്തിൻ്റെ അധിപനാണ് സൂര്യൻ. രാശി മാറുന്നത് 8ാം ഭാവത്തിലേക്കാണ്. കരിയറിലുള്ളവർ ഈ സമയത്ത് അല്പം കെയർഫുള്ളായിരിക്കുന്നത് നല്ലതായിരിക്കും.
ദാമ്പത്യ ജീവിതത്തിൽ ചില്ലറ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട്. അതിനാൽ സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും നല്ല സൗമ്യത പുലർത്തുന്നത് നല്ലതായിരിക്കും. ആരോഗ്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സമയത്ത് ഇമ്മ്യൂണിറ്റി വളരെ കുറയുന്നതായിരിക്കും. ഇൻലോസുമായി ബന്ധത്തിൽ വിള്ളലുകൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. ഈ സമയത്ത് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലിൽ കുറവ് വരാതിരിക്കുവാനും ശ്രദ്ധിക്കണം. ബിസിനസ് സാമാന്യമായിരിക്കും. മന്ത്രതന്ത്ര പൂജാതി കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് വർദ്ധിക്കുന്നതാണ്. അപ്രതീക്ഷിത ധനാഗമനവും ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട്. ഇനി ധനുരാശിക്കാരാണ്. ധനുരാശിക്കാരുടെ ഭാഗ്യസ്ഥാനമായ 9-ാം ഭാവത്തിൻ്റെ അധിപനാണ് സൂര്യൻ. രാശി മാറുന്നത് 7-ാം ഭാവത്തിലേക്കാണ്. 7-ാം ഭാവത്തിൽ ബുധനും ഗുരുവും നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. വിഘ്നങ്ങളില്ലാതെ കാര്യങ്ങൾ നടന്നു കിട്ടുന്നതുമായിരിക്കും. ദൂരയാത്രകൾ ചെയ്യുന്നതും അതിൽ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും. സന്താനപക്ഷത്തിൽ നിന്നും ശുഭവാർത്തകൾ ലഭിക്കുന്നതാണ്. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും. കോമ്പറ്റേറ്റീവ് പരീക്ഷകളിലും മറ്റും നന്നായി പെർഫോം ചെയ്യുവാനും സാധിക്കുന്നതായിരിക്കും. ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതും ദാനധർമ്മങ്ങളും മറ്റും ചെയ്യുന്നതുമായിരിക്കും. ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും. ബിസിനസ്സിലും കരിയറിലും നല്ല ഗ്രോത്ത് പ്രതീക്ഷിക്കാവുന്നതാണ്. സാമ്പത്തിക സ്ഥിതികളും നല്ലതാകുന്നതായിരിക്കും. ഇനി മകരം രാശിക്കാരെക്കുറിച്ചാണ് പറയുന്നത്. സൂര്യൻ നിങ്ങളുടെ 8-ാം ഭാവത്തിൻ്റെ അധിപനാണ്. രാശി മാറുന്നത് 6-ാം ഭാവത്തിലേക്കാണ്. ഇവിടെ സൂര്യൻ വിപരീത രാജയോഗം നിർമ്മിക്കുന്നുണ്ട്. അതായത് 6, 8, 12 എന്നീ ഭാവങ്ങളുടെ അധിപൻ 6, 8, 12 ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് വിപരീത രാജയോഗം നിർമ്മിതമാകുന്നത്. സൂര്യൻ 8-ാം ഭാവാധിപനാണ്. നിൽക്കുന്നത് 6-ാം ഭാവത്തിലും. ഈ സമയത്ത് നിങ്ങളുടെ വിരോധികൾ നിഷ്ക്രിയരായിരിക്കും. രോഗഗ്രസ്തരായിട്ടുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും. ലോണിനും മറ്റും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അനുകൂല വാർത്തകൾ ലഭിക്കുന്നതായിരിക്കും. വക്കീൽ, ഡോക്ടർ, ചാർട്ടേഡ് അക്കൗണ്ടൻ്റ്, അതുകൂടാതെ ചെറിയ കച്ചവടങ്ങളും സ്വയം തൊഴിലും മറ്റും ചെയ്യുന്നവർക്ക് അവരുടെ ദൈനംദിന വരുമാനത്തിൽ വർധന ഉണ്ടാകുന്നതായിരിക്കും. ഈ സമയത്ത് ധാർമ്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതാണ്. അപ്രതീക്ഷിത ധനാഗമനവും ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട്. ഇൻലോസുമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറുന്നതും അവരുടെ എല്ലാ സഹായ സഹകരണങ്ങളും ലഭിക്കുന്നതുമായിരിക്കും. ഈ സമയത്ത് മന്ത്രതന്ത്ര പൂജാതി കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് വർദ്ധിക്കുന്നതുമായിരിക്കും. ഇനി കുംഭം രാശിക്കാരാണ്. കുംഭം രാശിക്കാരുടെ 7-ാം ഭാവത്തിൻ്റെ അധിപനാണ് സൂര്യൻ. രാശി മാറുന്നത് 5-ാം ഭാവത്തിലേക്കാണ്. ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും. നേരത്തെ മുതൽ ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ സമയത്ത് അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും. 7-ൽ കേതുവും ചൊവ്വയും നിൽക്കുന്നതിനാൽ ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്പസമയം കൂടെ കാത്തിരിക്കേണ്ടി വരും. ബിസിനസ്സിൽ നല്ല ഗ്രോത്ത് ഉണ്ടാകുന്നതാണ്. വരുമാനം വർദ്ധിക്കുന്നതും അത് സാമ്പത്തിക സ്ഥിതികൾ നല്ലതാക്കുവാൻ സഹായിക്കുന്നതുമായിരിക്കും. വിദ്യാർത്ഥികൾക്കും ഇത് അനുകൂല സമയമായിരിക്കും. പരീക്ഷകളിലും മറ്റും നന്നായി പെർഫോം ചെയ്യുവാൻ സാധിക്കുന്നതുമായിരിക്കും. അവസാനമായി മീനം രാശിക്കാരാണ്. മീനം രാശിക്കാരുടെ 6-ാം ഭാവത്തിൻ്റെ അധിപനാണ് സൂര്യൻ. രാശി മാറുന്നത് 4-ാം ഭാവത്തിലേക്കാണ്. ഈ സമയത്ത് ഭൂമി, ഭവനം, പ്രോപ്പർട്ടി, വാഹനം എന്നിവയുടെ ക്രയവിക്രയങ്ങളിൽ ലാഭം വർദ്ധിക്കുന്നതായിരിക്കും. പുതിയ വാഹനം, വീട് എന്നിവ വാങ്ങുവാൻ യോഗമുണ്ടാകും. ആരോഗ്യത്തിൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും. കടബാധ്യതകളുള്ളവർക്ക് അത് കുറേശ്ശെ കൊടുത്തു തീർക്കുവാൻ സാധിക്കുന്നതായിരിക്കും. ലോണിനും മറ്റും അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് അനുകൂല പരിസ്ഥിതികൾ ഉണ്ടാകുന്നതാണ്. സ്റ്റേഷനറി, പച്ചക്കറി, തട്ടുകട, ജനറൽ സ്റ്റോർ മാതിരി ചെറിയ കച്ചവടങ്ങളും സ്വയം തൊഴിലും മറ്റും ചെയ്യുന്നവർക്ക് അവരുടെ ദൈനംദിന വരുമാനത്തിൽ വർധന ഉണ്ടാകുന്നതായിരിക്കും.
ഉപരിപഠനം ചെയ്യുന്നവർക്കും കോമ്പറ്റേറ്റീവ് പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർക്കും അനുകൂല സമയമായിരിക്കും. കോർട്ട് കേസുകളുണ്ടെങ്കിൽ അതിൽ തീരുമാനങ്ങൾ പെട്ടെന്ന് ഉണ്ടാകുന്നതുമായിരിക്കും. ഇതാണ് സൂര്യൻ്റെ രാശിമാറ്റം നിങ്ങൾക്ക് നൽകുന്ന ഫലങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.